എന്റെ ഏത് കാര്യത്തിനാണ് നീ തൂങ്ങിയതും ഏങ്ങി വലിഞ്ഞ് മനസ്സിനെ കാണാതായതിന്റെ പേരിൽ ബാലനെ കുറ്റപ്പെടുത്തുന്ന രവിയും മതികളെയും. ബാലന്റെ കാര്യം നോക്കാൻ ബാലൻ അറിയാം. പിന്നെ വീട് മാറണോ നാട് വിടണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. പോലീസിന്റെ നിർദ്ദേശപ്രകാരം പിച്ചള കുട്ടിമണിയെ ആശുപത്രിയിൽ. ആരും മുങ്ങിയേക്കരുത്. എല്ലാവരോടും എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. അജ്ഞാത മൃതദേഹം തിരിച്ചറിയാനെത്തി വന്ന എല്ലാവരുടെയും മുന്നിലേക്ക് നകുലൻ മനസ്സുജനുമായി എത്തുന്നു. മാടം കൊല്ലി വെള്ളച്ചാട്ടത്തിന് താഴെ മണല് വാരിക്കൊണ്ട് നിന്നവരാ. ഇവന്റെ ശരീരമാരോ പാലത്തിന് മുകളിൽ നിന്ന് വലിച്ചു താഴോട്ടെറിയുന്നത് കണ്ടത്. അബോധാവസ്ഥയിൽ കിടക്കുന്ന മനസ്സുജനു വേണ്ടി കുട്ടിമണി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കാണുക. ശാരദാമ്മയെ കൊന്നത് ഞാനാ മനസ്സിലാ. കൊല്ലാൻ പോയത് നിന്റെ കുട്ടിമണിയാ. കൂടെ നിന്ന കൂട്ടുകാരന്റെ കൈകൊണ്ട് തന്നെ തെക്കോട്ടെടുക്കാനായിരുന്നല്ലോടാ നിന്റെ വിധി. ശാരദാമ്മയെ മാത്രമല്ല, തളർന്നു കിടന്ന നിന്റെ പെങ്ങളെ അല്ലിയെ കൊന്നതും ഞാനാ. കാരണം ആങ്ങളെയായ നീ എന്നെ തിരിച്ചറിയുന്നതിന് മുമ്പ് ഞാനാരാണെന്ന് തിരിച്ചറിഞ്ഞത് അവളാ, നിന്റെ പെങ്ങള്. കുട്ടിമണി, സൂസൻ, ഇയാളെ കണ്ണു തുറന്നു. വേഗം ഡോക്ടറെ വിളിക്കും. എന്നെ കാണാമോ? ഞാൻ പറയുന്ന കേൾക്കാമോ? കുട്ടിമണി, കുട്ടു, 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 കുട്ടിമണി, കുട്ടു, കുട്ടു. താങ്ക് ഗോഡ്, പൾസ് നോർമലാ. കുട്ടിമണി, കുട്ടിമണിയെ കാണണം. ആരെ കാണണമെന്നായി പറയുന്നത്? കുട്ടിമണി, കുട്ടിമണി, എന്റെ കുട്ടിമണി. ആരെ? അദ്ദേഹത്തിന്റെ വൈഫാണ് സർ. അവരെവിടെ? പുറത്തുണ്ട്. ജസ്റ്റ് വിളിച്ച് കാണിക്കൂ. അധികം നേരം നിർത്തരുത്. ഇൻഫെക്ഷനുള്ള സാധ്യത കൂടുതലാണ്. ശരി ഡോക്ടർ. ഒന്നും പേടിക്കണ്ട കേട്ടോ. കുട്ടൂനെ കുട്ടു, പിത്തളെ, പിത്തളെ, മനുഷ്യനെ കാണണം. സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. മനസ്സച്ചൻ അപകടഘട്ടം കഴിഞ്ഞു. ഇനി പേടിക്കാനില്ല. കുട്ടിമണി, മനസ്സ് രക്ഷപ്പെട്ടു. ആണോ? ആ, എന്റെ മനുഷ്യൻ രക്ഷപ്പെട്ടോ? എന്റെ മനുഷ്യൻ രക്ഷപ്പെട്ടു. എന്റെ പാത്തിന് ഭഗവാൻ പകുതി കേട്ടു. പിത്തളെ, എനിക്ക് എന്റെ മനുഷ്യനെ കാണണം. എനിക്ക് എന്റെ മനുഷ്യനെ കാണണം. പിത്തളെ, കാണണം. ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങണം. പെട്ടെന്ന് ഇറങ്ങിക്കോളാം, പെട്ടെന്ന് ഇറങ്ങിക്കോളാം. എനിക്ക് കുഞ്ഞുമണിക്ക് ഒന്ന് കണ്ടാ മതി. ഇറങ്ങിക്കോളാം. ശരി, വരൂ. വാ കുട്ടിമണി, വാ. വേഗം വാ. മനുഷ്യ, കുട്ടു, ബായ്. ഒന്നുമില്ല ബായ്, ഒന്നുമില്ല. ബായ് തിരിച്ചു വന്നു. ബായുടെ ജീവൻ തിരിച്ചു വന്നു. എന്റെ ജീവൻ ഇതാ ബായ്. നോക്കിക്കോണേ, ഞാനിവിടെ ഇറങ്ങുന്നവരെ. ബായ് പേടിക്കണ്ട ബായ്. ഉയിര് കൊടുത്തും കുട്ടിമണിയെ ഞാൻ നോക്കിക്കോളാം.
എന്റെ കൂടപ്പറപ്പല്ലേ ബായ് കുട്ടിമണി. കുഞ്ഞുമണി എടി, നിന്റെ അച്ഛൻ ഉണന്നടി. മോളുടെ അച്ഛൻ ഉണന്നു. ആ കുട്ടു, മിനി, എന്നെ എന്റെ കുഞ്ഞുമണി ഇട്ടിട്ട് പോലെ മനുഷ്യ പോലെ. മാഡം, ഒരു കാര്യമുണ്ട്. അതെ, ആശുപത്രിയിൽ നിന്നും നമുക്കുള്ള സോഴ്സ് ഉപയോഗിച്ച് ഒരു ന്യൂസ് കിട്ടിയത്. മനസ്സിജന് ബോധം വീണു. കണ്ണു തുറന്നു 1 മണിക്കൂർ മുമ്പെന്നാ കേട്ടത്. അല്ല പൊന്നെ, ഇപ്പൊ അത്യാവശ്യപ്പെട്ട് വീട്ടിലോട്ട് പോയിട്ട് എന്നാത്തിനാ? എന്റെ വീട്ടിലേക്കല്ലേ ഞാൻ പോകുന്നത്, അതിന് നിങ്ങൾക്കെന്നെ? അല്ല പൊന്നെ, പെട്ടെന്ന് പോകുന്നോണ്ട്. എനിക്കങ്ങനെ പല കാര്യങ്ങളും കാണും. നിങ്ങൾ പോയാ ഉണങ്ങാനിട്ടേക്കുന്ന ഡ്രസ്സൊക്കെ പറക്കി വെച്ചേ. ഞാനെടുത്ത് വെച്ചോളാം പൊന്നെ. ഒരു കാര്യം പറഞ്ഞാ അപ്പ തന്നെ ചെയ്യണം. ഗോ മാൻ ഗോ. ശ്ശോ, ഈ പൊന്നിന്റെ ഒരു കാര്യം. അമ്മേ, എന്താ മോളെ? ആ കേട്ടത് നേരാ. കാലന്റെ വായിന്ന് അവൻ രക്ഷപ്പെട്ടു. ഇനി സൂക്ഷിക്കണം, സൂക്ഷിച്ചേ പറ്റൂ. മനസ്സിജന്റെ വായിൽ നിന്ന് വീഴുന്ന മൊഴി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ വെച്ചൊന്നും പറയുന്നില്ല. അങ്ങോട്ട് വരുമല്ലേ? ശരി. അക്കാ, ദാ സാപ്പിട്. ഇന്നെന്താ നിന്റെ 60-ാം പിറന്നാളാണോ? എന്നോട് പിറന്നനാൾ വരുന്നേ ഉള്ളൂ. ഇത് മനസ്സിജനണ്ണൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന്. ആ, അത് വേണ്ട. മനസ്സിജണ്ണൻ മരിച്ചു പോയെന്ന് കരുതി ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആള് നിങ്ങളാ. നിങ്ങൾ വേണം മധുരം ആദ്യം കഴിക്കാൻ. അവൻ ചാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചത്തിരിക്കെ തന്നെ ചെയ്യും. പോടി. ആയുസ് ആണ്ടവനോടെ കയ്യില. ഒച്ചയെടുത്ത് മിരട്ടാൻ നോക്കണ്ട. നിന്റെ മുഖത്ത് നോക്കി ഞാൻ നീ എന്ന് വിളിച്ചതും നിന്നെ ചാലഞ്ച് ചെയ്തതും വേറെ ആരെങ്കിലും അറിഞ്ഞ നടക്കേട് നിനക്ക് കേട്ടോ ഡി. ഇതിന് നിനക്ക് ഞാൻ മറുപടി തരും, കൃത്യമായിട്ട് തരും. അങ്ങോട്ടും തരും മറുപടി. അടിച്ചമർത്തിയും ഭരിച്ചും അധികാരം കാണിച്ചും ഇത്രയും കാലം നടന്നില്ലേ? ഇനി ഒന്ന് അടങ്ങി ഒതുങ്ങി ഒന്ന് ജീവിച്ചു നോക്ക്. ആ പോടി അക്കച്ചി. നിന്നെ ഞാൻ പെണ്ണാക്കി മാറ്റിയിരിക്കും. നിന്റെ പാവം ഭർത്താവിനെ ഒരാണാക്കി. വരട്ടുമാ. അമ്മ, എന്നതാടി കൊച്ചി ആശുപത്രിയില്? നല്ല വാർത്തയാണോ? നല്ല വാർത്ത തന്നെ അമ്മ. അണ്ണ ഓക്കേ. പരുത്തിക്കാവിലമ്മ എന്റെ പ്രാർത്ഥന കേട്ടു. പഴനി ആണ്ടവനും. മധുരം. ഓ, എനിക്കങ്ങ് വേണ്ട. പഞ്ചാരയുടെ അസുഖമുണ്ട്, അങ്ങേരക്കും ഉണ്ട്.
ഈ പ്രായത്തിലോ? അതല്ല, ആ പെണ്ണ് മേടിക്കും പ്രമേഹം ഉണ്ടെന്ന്. ഓ, ഒരു ചിന്ന ലഡ്ഡു സാപ്പിട്ടിന് വെച്ച് ഒന്നും സംഭവിക്കില്ല. അവിടോട്ട് വച്ചേരെ, ഞാൻ കഴിച്ചോളാം. എന്നെ രവിയണ്ണ ഇത് ഡോബി വേലയാ? അയ്യോടാ, നിന്നെ കൊണ്ട് അവള് തുണി അലക്കിക്കാനും തുടങ്ങിയോ? ഏയ്, ഇത് എന്റെ തുണികളാ. മിടിയും ടോപ്പുമാണ് രവിയണ്ണ ഇടുന്നത്. അല്ല, മധുവിന്റെ മുറ്റത്ത് കിടക്കുന്നത് കണ്ടപ്പോ സ്വന്തം ഭാര്യയുടെ വസ്ത്രങ്ങൾ നമ്മൾ എടുക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റും ഇല്ല, ആ. പക്ഷേ അലക്കി കൊടുക്കാൻ വേണം. ഉം. പൊണ്ടാട്ടിക്ക് വയ്യാതിരിക്കുമ്പോ അല്ലമ്മേ? ഈ നാണം കെട്ടവനോട് അത് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? യവൻ അവളെ പേടിയാ. എനിക്ക് പേടിയൊന്നുമില്ല. രവിയണ്ണ, ഓ, രവിയണ്ണൻ കുറച്ചുകൂടി ബോൾഡ് ആവണമെന്ന് ഞാൻ അന്ന് പറഞ്ഞതല്ലേ? രവിയണ്ണ സ്ട്രിക്റ്റ് ആയ മതികലാക്ക രവിയണ്ണനോട് വഴിക്ക് വരും. അതിനെന്നാ വഴി? അങ്ങനെ ഒരു ചോദ്യം അവന്റെ വായിന്ന് വന്നല്ലോ, മഹാഭാഗ്യം. നിങ്ങളൊന്നും ഉണ്ടായിരുന്നേ? ഓ, ഒച്ച കൂടിയല്ലോ. അമ്മാ, അയ്യോ, ഞാൻ മിണ്ടുന്നില്ല. രവിയണ്ണ ഭാര്യ വീട്ടുകാരെ ആശ്രയിക്കുന്നത് നിർത്തണം. അവർ തന്ന കാസ്, കാറ്, അവർ തന്ന ജോലി എല്ലാം വേണ്ടാന്ന് വെക്കണം. അയ്യോ, പിന്നെ ഞാനെങ്ങനെ ജീവിക്കും മയിലേ? അല്ല, മയിലമ്മേ. ரொம்ப കഷ്ടം. മതികളാക്കാവ കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ രവിയണ്ണൻ ജീവിക്കില്ലായിരുന്നു. അത് ജീവിക്കും, എന്നാലും ആ, ഇതുപോലെ ഭാര്യയുടെ പള്ളും കേട്ട് മെയ്യനങ്ങാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. രവിയണ്ണ, ആമ്പിളങ്ങൾക്ക് അന്തസ്സ് தான் முக்கியம். உயிர் விட்டாலும் உசுர் விடக்கூடாது. രവിയണ്ണ സ്വന്തമാ ഒരു ജോലി കണ്ടുപിടിച്ച് സ്വന്തമാ ഒരു കാറൊക്കെ വാങ്ങുമ്പോ എല്ലാവർക്കും മതിപ്പ് വന്നിരും. ആ, അത് നേരാ. ഹോ, അത്രയും തോന്നിയല്ലോ. എടാ, ഒരു കൂടപ്പുറപ്പിന്റെ സ്ഥാനത്ത് നിന്ന് ഈ കൊച്ചു പറയുന്നത് നീ കേക്ക്, അനുസരിക്ക്, നിനക്ക് ഗുണമേ വരൂ. ആ, മതിയോടൊന്ന് ചോദിച്ചിട്ട്. എന്നതാ നീ നന്നാവാൻ പോകുന്ന കാര്യം? ഹോ, എന്റെ ദൈവമേ, ഇങ്ങനെയുണ്ടോ അച്ചിക്കോന്തന്മാര്? അതല്ലെന്ന്. ആ, പിന്നെ അല്ല, ജോലിയൊക്കെ രാജിവെക്കുന്ന കാര്യം ഒക്കെ രവിയണ്ണ സ്വയം ആലോചിച്ചാ മതി. നന്നായി ആലോചിച്ചിട്ട് മതി തീരുമാനം. പക്ഷേ എല്ലാവരെയും ഞെട്ടിക്കണം. ആ, ആലോചിക്കട്ടെ. ആ, പിന്നെ കാറ് ഓട്ടിക്കാൻ ഞാൻ പഠിപ്പിക്കാം. ഫീസൊന്നും വേണ്ട. ശരിക്കും? ശരിക്കും. നന്നാവാനുള്ള ഒരു ചെറിയ ലക്ഷണം അവനിൽ കാണുന്നുണ്ട്. നന്നാവുമായിരിക്കും അല്ലേ മോളെ? അമ്മ നോക്കിക്കോ, രവിയണ്ണൻ ആള് മൊത്തത്തില് മാറും. ഞാൻ മാറ്റി എടുത്തിരിക്കും. പുതിയ മനിതൻ എന്നുവച്ചാ പുതിയ മനുഷ്യൻ. പുതിയ മനിതൻ കൊള്ളാം. വാ. എക്സ്ക്യൂസ് മീ, ഒരു കുത്തുകേസ് മനസ്സിന്റെ റൂം നമ്പർ? റൂം നമ്പർ 206. ഓക്കെ, താങ്ക് യു. കൊല മുന്തിരിങ്ങ നരി നരി ചുറ്റി വാ, കൊല മുന്തിരിങ്ങ നരി നരി ചുറ്റി വാ, കൊല മുന്തിരിങ്ങ. ഇന്ന മനുഷ്യ ഇത് മുഴുവൻ തിന്നോ? ഞാൻ കഴിച്ചോളാം കുട്ടു. കുട്ടു അവിടെ വയ്ക്ക്. കഴിക്ക് ബായ്. കുട്ടിമണി സ്നേഹം കൊണ്ട് തരുന്നല്ലേ. ഞാൻ സ്നേഹം കൊണ്ടൊന്നല്ല, എന്റെ കൈ കൊണ്ട കൊടുക്കണേ പിച്ചളെ. അല്ല മനുഷ്യ, ഇന്ന തിന്നെ തിന്നെ തിന്നെ. എന്തായത് മുന്തിരി തീറ്റ മത്സരമാ? പോലീസ് ഇല്ല, ഞാൻ തരത്തില്ല, മുന്തിരിക്കാൻ തരത്തില്ല. എന്റെ കുട്ടിമണി അവിടെ നിക്ക്. എന്താടാ, നിനക്കിപ്പോ മോഷണമൊന്നും ഇല്ലേ? തെരഞ്ഞെടുപ്പായതോടെ രാഷ്ട്രീയക്കാരൊക്കെ ഇറങ്ങിയില്ല സാറേ. ഇനിയിപ്പൊ നമുക്ക് എന്തോന്ന് സ്കോപ്പ്? ഞാനേ മൊഴിയെടുക്കാൻ വേണ്ടി വന്നതാ. അയ്യോ, തൊഴി കൊടുക്കാനോ? തൊഴി കൊടുക്കാനല്ല, മൊഴിയെടുക്കാൻ. മിണ്ടാതെ നിന്നില്ലെങ്കിൽ നിനക്കിട്ട് ഞാൻ തൊഴിയും. പറയടാ, ആരാ ഇത് ചെയ്തത്? പറഞ്ഞോ, നിനക്ക് നീതി കിട്ടിയിരിക്കും, അത് ഉറപ്പാ. ആരാ ഇത് ചെയ്തെന്ന് എനിക്കറിയത്തില്ല സാർ. അറിയത്തില്ലെന്ന്? അതെ, ഞാൻ നേരത്തെ കണ്ടിട്ടില്ലാത്ത 4-5 പേര് ചേർന്നു. ഒരാളെ നിനക്കറിയത്തില്ല? ഇല്ല,
ഇനി കണ്ടാ തിരിച്ചറിയാൻ പറ്റുമോ? സാധ്യത കുറവാ സാറേ. ശരി, ഇതിന്റെ പിന്നിൽ നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഒട്ടുമില്ല? ഇല്ല ഇല്ല സാറേ. നിനക്ക് ശത്രുക്കളായിട്ട് ആരെങ്കിലും? ഇല്ല. അപ്പോ നിന്റെ നെഞ്ചത്തി മുറിവ് എന്ത് സംഭവിച്ചാ? തൊട്ടാവാടി മുള്ളുണ്ടോ അതോ കൊതുക് കുത്തിയതോ? എടാ, അറിയാവുന്ന വിവരങ്ങൾ മര്യാദയ്ക്ക് പറഞ്ഞോ, എന്നാലേ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റൂ. എനിക്ക് പരാതിയില്ല സാറേ. ഓ, എന്ന് അപ്പോ നീ സ്വന്തമായിട്ട് നിയമം നടപ്പിലാക്കിക്കൊള്ളാമെന്ന്. നീ സഹകരിച്ചില്ല എന്ന് പറഞ്ഞ കേസ് ഇല്ലാതാവത്തൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കത്തിയും രാഗിയും എനിക്ക് പ്രതികാരത്തിന് ഇറങ്ങാനാണ് പദ്ധതിയെങ്കിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണേണ്ടി വരും, ഇതേപോലെ ആശുപത്രി കിടക്കി വെച്ച്. കേട്ടോടാ? ഇപ്പൊ സത്യത്തിൽ എനിക്കിത്തിരി പേടി തോന്നുന്നുണ്ട്. കാരണം നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഒരിക്കലും വിശ്വസിക്കാവുന്നവനല്ല ശിവ. അവൻ കുടുങ്ങിയാൽ അതിനർത്ഥം ഒന്നേയുള്ളൂ, നമ്മളും കുടുങ്ങിയെന്ന്. എന്റെ അമ്മയോട് ഞാൻ എന്തെങ്കിലും അഭിപ്രായം ചോദിച്ച് ഇങ്ങോട്ട് വരുമ്പോ അമ്മ എന്നെ ഭയപ്പെടുത്തുവാണോ ചെയ്യുന്നത്? ഭയപ്പെടുത്തിയതല്ലടി, നമ്മൾ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുവെക്കണം. നമുക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ കണ്ടുവെക്കണം. നമുക്ക് നേരെ വരുന്നവരെ തളയ്ക്കാനുള്ള കുടുക്കുകൾ കരുതി വെക്കണം. ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഇതിപ്പോ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയോ? ഞാനും പോയി കണ്ടതല്ലേ. തീർന്നു എന്നാ കരുതിയത്. ഇല്ലെങ്കിൽ നാടി പിടിച്ച് മരണം ഉറപ്പാക്കിയിട്ടേ കൊണ്ട് കളയാൻ പറയത്തുള്ളായിരുന്നു ഞാൻ. ആരുടെ കാര്യമാ കൊച്ചമ്മേ? ആര് മരിച്ചെന്നാ? ഒറ്റയടിക്ക് നിങ്ങളെ ഞാൻ നാലായിട്ട് ഓടിച്ചു കളയും കേട്ടോ. ജോലി ചെയ്യാൻ നിൽക്കുന്ന നിങ്ങള് ജോലി ചെയ്തോണം. ഇവരെവിടുന്ന് പറഞ്ഞു വിടണമെന്ന് ഞാൻ പലതവണ അമ്മയോട് ഞാൻ പറഞ്ഞതാ. ആകാശവാണി അവർക്ക് വിവരം അറിയാതെ നിപ്പറയ്ക്കത്തില്ല. കേറിപ്പോ മുതുകളവകത്ത്. ഞാനൊന്നും ചോദിച്ചില്ല. ആശുപത്രിക്കാരുമായതുകൊണ്ട് അറിയാനുള്ള ആകാംക്ഷ പോയതാ. നീ അങ്ങനെ ആകാംക്ഷിക്കണ്ടടി. പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഞാനും മോളും സംസാരിക്കുമ്പോ ചെവിയും വട്ടം പിടിച്ച് നിൽക്കരുതെന്ന്. അവൻ നിന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ? നീ അത് വളരെ സൂക്ഷിക്കണം. കാരണം പോലീസ് നിന്റെ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നാളെ വലിയ തെളിവുകളായിട്ട് വരും. അവനെ പോലീസ് പിടിച്ച ഈ കേസ് എങ്ങനെ മറിക്കണമെന്നമ്മ പറ. നീ പറഞ്ഞാൽ അതുപോലെ നിൽക്കോ ശിവ? അവൻ നിന്റെ കൂടെ നിൽക്കാതെ ഒരു കാരണവശാലും നമുക്കിത് മറക്കാൻ പറ്റില്ല. ഇതുവരെ അവൻ കൂടെ നിന്നിട്ടുണ്ട്, ഇനിയും നിൽക്കുമെന്ന് തന്നെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ അത് അവനും മനസ്സുജനും തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമാണെന്ന് വരുത്തണം. മനസ്സുജനെ ശിവ കുത്തിയെന്ന് മനസ്സുജൻ പറഞ്ഞ എന്റെ അമ്മേ, മനസ്സുജൻ അവൻ കുത്തിയത് അവര് തമ്മിലുള്ള പ്രശ്നമായിട്ടേ വരൂ. അതിനിടയിലൊന്നും നമ്മൾ വരില്ല. പക്ഷേ അതല്ല പ്രശ്നം. ശാരദാമ്മയുടെ മരണത്തിന് പിന്നിൽ നമ്മളാണെന്ന് പറഞ്ഞ ആ സമയത്ത് ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. അവരുടെ ശവസംസ്കാരം നടക്കുന്ന സമയത്ത് പോലും ഞാൻ അവനെ കണ്ട് പൈസ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ടവർ ലൊക്കേഷനുകളും ATM വിഡ്രോവലും ട്രാൻസാക്ഷനും എല്ലാം എനിക്കെതിരായിട്ട് വരും. അതവൻ പറയരുത്. ശാരദാമ്മയെ കൊന്നത് അവനാണെന്ന് മനസ്സുജൻ അറിഞ്ഞു കാണുമോ? ആ മണ്ടൻ അതെല്ലാം വിളിച്ചു പറഞ്ഞിട്ടാ മനസ്സുജനെ കൊല്ലാൻ ശ്രമിച്ചത്. എങ്കിൽ പിന്നെ എന്തേ മോളെ? അബദ്ധമായല്ലോ. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. പക്ഷേ ശിവ കൂടെ നിൽക്കണം. അത് കഥയുടെ വേറൊരു ടെസ്റ്റാ. ഞാൻ പറയുന്നത് പോലെ അവൻ ഏറ്റു പറഞ്ഞ ശാരദാമ്മയുടെ മരണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുമെന്ന് മാത്രമല്ല, ശത്രുക്കളെല്ലാം കൂടെ ഒന്നിച്ചൊറ്റയടിക്ക് നിരപ്പാവുകയും ചെയ്യും. എന്താ അത്? ഞാൻ പറയാം. എനിക്കും കൂടെ കേൾക്കാൻ പറ്റുന്ന കാര്യമാണോ? ആഹാ, എന്താണ് നിന്റെ മഹത്തായ പുതിയ പ്ലാനിങ്ങുകൾ? അമ്മയും മോളും കൂടി ഗൂഢാലോചനയുടെ മൂർധന്യതയിൽ നിൽക്കുമ്പോഴാണല്ലോ ഞാനിങ്ങോട്ട് വന്നത്. അതിന് നിങ്ങൾക്ക് എന്ത് വേണം? മിണ്ടരുത്. നീ വീണ്ടും നാക്ക് പൊക്കി തുടങ്ങിയോ? കാല നിരത്ത് ഉറച്ചു കഴിഞ്ഞാ പിന്നെ നിനക്ക് തലക്ക് ഭ്രാന്താ അല്ലടി? തൊട്ടാ നീ എന്ത് ചെയ്യും? കൊട്ടേഷൻ ഗുണ്ടകളെ വെച്ച് നീ എന്നെയും കൊല്ലുവോ? ഇനിയെങ്കിലും കളിയൊക്കെ നിർത്തിക്കോ. നീ മുമ്പ് പറഞ്ഞതുപോലെയല്ല, മനസ്സുജൻ ആശുപത്രിയിൽ നിന്ന് ഉടൻ ഇറങ്ങും.
അത് കഴിഞ്ഞാലേ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. അവൻ ആശുപത്രി കിടക്കുകയോ ഇറങ്ങുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. അതെ, അതിന് ഞങ്ങൾക്ക് എന്നാ വേണം? ഞാനും എന്റെ അമ്മ അതിന് എന്ത് ചെയ്യാനാ? നിനക്ക് നിന്റെ അമ്മക്ക് ഒന്നും അറിയത്തില്ല അല്ലേ? ഒന്നും അറിയത്തില്ല. എനിക്കൊന്നും അറിയത്തില്ല, എന്റെ അമ്മയ്ക്കും ഒന്നും അറിയത്തില്ല. ചട്ടമ്പിയായിട്ട് നടന്നവനും മറ്റുള്ളവരെ ചതച്ച് നടന്നവനും ഒക്കെ ഏതെങ്കിലും വളവിലും തിരിവിലും ഒക്കെ വെച്ച് പണി കിട്ടും. അത് അവനും കിട്ടി, അത്രേ ഉള്ളൂ. അതിന്റെ പേരിൽ ഇപ്പൊ അവൻ ആശുപത്രി കിടക്കുന്നു. ജീവന്റെ ഒരു ചെറു നാരു മാത്രമേ ഇപ്പൊ ബാക്കി നിൽക്കുന്നുള്ളൂ. ആരെങ്കിലും പോയി അതും കൂടെ അങ്ങ് അറുത്തു വിട്ടു കഴിഞ്ഞാ തീർന്നു. അങ്ങനെയുള്ള ഒരുത്തന്റെ പേര് പറഞ്ഞിട്ട് എന്നെ ഭയപ്പെടുത്താൻ നോക്കരുത്. നീ പറഞ്ഞല്ലോ വളവിലും തിരിവിലും വെച്ച് പണി കിട്ടുമെന്ന്. നിനക്കും നിന്റെ അമ്മയ്ക്കും കൂടി ബാധകവാത്. ദൈവത്തിന്റെ പീനൽ കോഡിൽ എല്ലാവർക്കും ഒരു നിയമമേ ഉള്ളൂ. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ പ്രബലനെന്നോ ദുർബലനെന്നോ അങ്ങനെ ഒരു വേർതിരിവില്ല. പക്ഷേ ഓരോരുത്തർക്കും ദൈവം വെച്ചിരിക്കുന്ന ടൈം കോഡ് വേറെയാ. അത് അതിന് സമയമാവുമ്പേ കിട്ടത്തുള്ളൂ. നിനക്കും നിന്റെ അമ്മക്കും അതാ മനസ്സിലാകാത്തത്. ഓ, കുറെ കാലം നീ നീണ്ടു നിവർന്ന് കിടന്നു, പിന്നെ ഉന്തുവണ്ടിയിലിരുന്ന് നിരങ്ങി, പിന്നെ നീ ഊന്നുവഴി കുത്തി 3 കാലയും നടന്നു. ഇപ്പൊ വീണ്ടും നിന്റെ കൈക്കും കാലിനും ബലം വെച്ച് തുടങ്ങിയപ്പോ, ഞരമ്പിൽ ചോരയോട്ടം കൂടിയപ്പോ പിന്നെ ഇറങ്ങിയിരിക്കുക അല്ലേ? ആളുകളുടെ തലയെടുക്കുന്ന ചതിയുടെ ക്ഷേത്രഗണിതവും കൊണ്ട്. നിങ്ങൾ എന്തിനാ വല്ലവർക്കും വേണ്ടി ഇവിടെ കിടന്ന് പ്രസംഗിക്കുന്നേ? ഓ, നിങ്ങൾ സ്വന്തം വീട് കൊടുത്ത് അഭയാർത്ഥിയാക്കിയവനാണല്ലോ ഇപ്പൊ ആശുപത്രി കിടക്കുന്നത്. അവന്റെ ആശുപത്രി ചെലവും കൂടി നോക്കുന്നത് നിങ്ങളായിരിക്കും. ആണെങ്കി എന്താടി? ഞാൻ നോക്കൂ. അറിഞ്ഞോ അറിയാതെയോ എന്റെ പേരിൽ വലിച്ചഴക്കപ്പെട്ട ഒരു സംഭവത്തിന്റെ പ്രായശ്ചിത്തമായി കരുതിയാ മതി. ഓ, നീയും നിന്റെ ആങ്ങളെയും ചേർന്ന് ചെയ്യേണ്ട പ്രായശ്ചിത്തം ഈ മഹാദേവൻ തമ്പി അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. അതിന്റെ കുറച്ചു ഗുണം നിനക്ക് കൂടെ കിട്ടുവടി. അപ്പനും അമ്മയും ചെയ്യുന്നതിന്റെ ഫലം മക്കൾ കൂടെ കിട്ടുമെന്നാ. ഓ, നിങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു ഗുണഫലവും എനിക്ക് വേണ്ടായേ. പിന്നെ മനസ്സിജന് കുത്തുകൊണ്ടതിനും ആശുപത്രിയിലായതിനും പിന്നിൽ ഞാനുണ്ടെന്ന് നിങ്ങളായിട്ട് പറഞ്ഞു പരത്തരുത്. സ്വന്തം മകളെ കുരുതി കൊടുക്കാനായിട്ട് നടക്കുന്ന അച്ഛനാ നിങ്ങള്. അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ വന്ന അറിയാലോ, മനസ്സിജന്റെ നെഞ്ചിന് താഴെ കേറിയ കത്തി ചോര ഉണങ്ങാതെ ഇപ്പോഴും എവിടെയെങ്കിലും കാണും. നീ ആ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്റെ നെഞ്ചത്തൂടെ ആ കത്തി കയറുമെന്നല്ലേ? മാണിക്യമംഗലത്തെ മഹാദേവൻ തമ്പിക്ക് അങ്ങനൊരു ഭയമില്ലടി. ദേ, അമ്മയും മോളും കേൾക്കാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ നടന്ന സംഭവത്തിന് പിന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ആദ്യത്തെ വെട്ടുവെട്ടുന്നത് ഞാനായിരിക്കും. കേട്ടല്ലോ? മാറി നിൽക്കടി. പോലീസുകാര് പോയി ബായി. കുട്ടിമണിയോടെ കുട്ടിമണി പുറത്തു നിന്ന് എന്തൊക്കെയോ കാഴ്ചകൾ കാണാം. അവിടെ നിന്ന കുട്ടികളെ കാണാ, സ്ത്രീകളെ കാണാ, ഇവിടെ വരുന്ന വാഹനങ്ങൾ കാണാ. നോക്കിക്കോണേ പിച്ചളെ, അവൾ എങ്ങോട്ടെങ്കിലും പൊക്കളയും. എങ്ങോട്ടും പോവത്തില്ല ബായ്. ബായുടെ അടുത്തുനിന്ന് കുട്ടിമണി എങ്ങോട്ട് പോവാനാ? ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നോളൂ. എത്ര നേരം ആ പാവ ഇവിടെ എങ്ങനെ ഇരിക്കണ. തന്നെയല്ല, ബായിനെ കാണുന്നതിനനുസരിച്ച് അതിന്റെ സങ്കടം കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാ പുറത്ത് നിൽക്കട്ടെ എന്ന് കരുതിയത്. അവളുടെ ഒറ്റ പ്രാർത്ഥന കൊണ്ട് മാത്രമാ പിച്ചളെ ജീവൻ തിരിച്ചു കിട്ടിയത്. ജീവന്റെ അവസാന നാലിൽ തൂങ്ങിയാടുമ്പോഴും എന്റെ മനസ്സിൽ കുട്ടിമണിയുടെ മുഖം മാത്രമായിരുന്നു. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവക്ക് ചുറ്റും ശത്രുക്കളാ. അപ്പൊ ഞാൻ ഇല്ലാതായാൽ ദൈവത്തിന് അതൊക്കെ അറിയത്തില്ലേ ബായ്? അതുകൊണ്ടല്ലേ നിങ്ങൾക്കൊന്നും സംഭവിക്കാതെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഇനി ഏറിയ 3-4 ദിവസം, അതിനുശേഷം വീട്ടിൽ പോവാലോ. ബാക്കി റെസ്റ്റ് നമുക്ക് അവിടെ പോയി എടുക്കാം. വാർന്നു പോയ ചോര നമുക്ക് മറ്റൊരാളിൽ നിന്ന് കടം കൊള്ളാം. പക്ഷെ വീര്യം അത് നമ്മൾ തന്നെ തിരിച്ചു പിടിക്കണം ബായ്. വാർന്നുപോയ ചോരയും കരുത്തുമല്ല തിരിച്ചു വരണം. വരുത്തും. എന്നിട്ട് വേണം ഭായി ഒരറ്റത്തു നിന്നും മനസ്സിന് കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ. അല്ല ബായ്, നിങ്ങളെന്താ പോലീസിനോട് കുത്തിയത് ആരാന്ന് അറിയില്ല എന്ന് പറഞ്ഞത്? സത്യത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെയാണോ കാര്യങ്ങൾ? ഒരു പരിചയമില്ലാത്ത 4-5 പേര് ചേർന്ന്. മുഖപരിചയമില്ലാത്തവരോ? 4-5 പേരോ? മുഖപരിചയമുള്ള ഒരേ ഒരാൾ. ആ ഒറ്റ ഒരാളാണ് മനസ്സിനെ ഇവിടെ എങ്ങനെ എത്തിച്ചത്. ഞാൻ ഊഹിച്ചത് ശരിയാണെങ്കിൽ പിച്ചളയുടെ ഊഹം ശരിയാ. അവൻ തന്നെയാ ആ ശിവ.
അവൻ എങ്ങനെ തോന്നി ബായ് ഇത്? തെരുവിൽ നിന്ന് ചേർത്ത് പിടിച്ച് കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടന്നവനാ. ഒന്നിച്ച് ഭക്ഷണം കഴിച്ചും ഒരു പായിൽ ഉറങ്ങിയും പരസ്പരം കൈകോർത്ത് നടന്നവരാ. എനിക്കെന്തെങ്കിലും കിട്ടിയ ഒരു മിഠായി ആണെങ്കിൽ പോലും അതിൻ്റെ പകുതി അവനായി മാറ്റിവച്ചിട്ടുള്ളതാ. പക്ഷേ അവനാ എൻ്റെ നെഞ്ചത്ത് കത്തിയിറക്കിയത്. അത് മാത്രമല്ല ഭായി, ഞാനും ഭായിയും മാത്രം അറിയേണ്ട പല കാര്യങ്ങളുണ്ട്. വയലോരം വീട്ടിലെ അമ്മയുടെ മരണം, എൻ്റെ അല്ലിയുടെ മരണം, എല്ലാത്തിലും അവൻ്റെ കൈയുണ്ട്. ബായ്, എൻ്റെ നെഞ്ചത്ത് കത്തി കയറ്റുമ്പോ അവൻ പറഞ്ഞ കാര്യങ്ങളാ. എന്നിട്ട് എന്താ ഇതൊന്നും പോലീസിനോട് പറയാത്തത്? എന്തിന്? നിയമത്തിന്റെ പഴുതിലൂടെ നിഷ്പ്രയാസം രക്ഷപ്പെട്ടു പോകാൻ അവന് കഴിയും. പോരെങ്കിൽ ഇപ്പൊ അവനെ ബാക്കപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആളുകളുണ്ട്. പറഞ്ഞ നമ്മൾ വിഡ്ഢികളാവും എന്ന് വച്ച് അവനെ ഞാൻ വെറുതെ വിട്ടിട്ടൊന്നുമില്ല. എന്താ ബായ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ പിച്ചളെ. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കണക്കുകൾ നേർക്കുനേരാ. എന്തായാലും അവനെന്നെ നന്നായിട്ടറിയാം. എവിടെ മറഞ്ഞിരുന്നാലും അവൻ്റെ ചൂരെനിക്കറിയാം. ഞാൻ മണത്ത് പിടിക്കും. പിന്നെയാ ബാക്കി. എന്നാലും പോലീസിനോട് പറയായിരുന്നു. അതിൽ കാര്യമില്ല ബായി. അവനെ അറസ്റ്റ് ചെയ്താ 100 കാര്യങ്ങൾ കാണും അവന് പറയാൻ. ഇനി എല്ലാം തെളിഞ്ഞ് കോടതി അവനെ ശിക്ഷിച്ചു എന്ന് വെച്ചോ. എന്നാലെന്താ, സർക്കാർ ചെലവിൽ അവന് കുറേ നാൾ സുഖവാസം. അതൊന്നും വേണ്ട ഭായി. മനസ്സിജന്റെ മനസ്സും ശരീരവും കുത്തിക്കീറിയവന് ആ ഒരു ചെറിയ ശിക്ഷ പോരാ. ഞാനിവിടെ നിന്ന് ഇറങ്ങട്ടെ, പിന്നെ കളി തുടങ്ങുക. ഈ കൈക്ക് ആയുധം പിടിക്കാനുള്ള ആരോഗ്യം ഉണ്ടാവട്ടെ, പിന്നെ ആ കളി. അതുവരെ അവനൊരു ബ്രേക്ക്. അരി തിന്നാതെ സീതേ, അതും ഇങ്ങനെ ഇരിക്കുമ്പോ. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോ എന്തോ പറഞ്ഞാലും ഇങ്ങനെ ഇരിക്കുമ്പോ ഒന്ന് പറഞ്ഞോണം. പറയാതെ പിന്നെ ഈ സമയത്ത് എന്തൊക്കെ വേണം, എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ എനിക്കല്ലേ അറിയാവൂ. ഓ, ഞാനൊരു നുള്ള അരി വായിലിട്ടത് വലിയ സംഭവമായി. ഇനി ഇങ്ങനെ ചെയ്യത്തില്ല, പോരെ? എന്നാലുവേ വലിയ അതിശയമായി പോയി. എന്നതാ, ഞാൻ അരി തിന്നുന്ന നിർത്തിയതോ? പൊടി, അതല്ല. പിന്നെ എടി, ഞാൻ നകുലിന്റെ കാര്യമാ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വല്യണ്ണം പറയുവാ അവൻ വീട്ടിലോട്ട് അരിയും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോണ്ട് ചെന്നെന്ന്. ആഹാ, കൊള്ളാലോ. നകുലേട്ടൻ കുടുംബസ്ഥനായോ? അതേന്നേ, കള്ളുകൂടിയൊക്കെ ഒരുപാട് കുറച്ചെന്നാ വല്യണ്ണം പറഞ്ഞ. സിഗരറ്റ് വലിയും കുറഞ്ഞെന്ന്. അപ്പൊ നകുലേട്ടൻ അങ്ങനെ സൽഗുണ സമ്പന്നനായി. ഇനി നല്ലൊരു പെൺകുട്ടിയും കൂടി വന്ന ഓക്കെ ആയി. അതിന് അവന്റെ മനസ്സിൽ നിന്ന് നീ പോയിട്ട് വേണ്ടേ? പോണം. എന്നെ ഓർത്ത് തകർന്നു പോകാനുള്ളതല്ലല്ലോ നകുലേട്ടന്റെ ജീവിതം. ഒരാളോട് മനസ്സിൽ തോന്നുന്ന ഇഷ്ടം അത് ഒരുപാട് ആഴത്തിൽ അങ്ങ് ഉറച്ചു പോയാല് പിന്നെ വലിച്ചു പറിച്ചു കളയാൻ വലിയ പാടാ. അമ്മ എന്നെ പറഞ്ഞു പഠിപ്പിക്കുകയാണോ സ്നേഹത്തെ പറ്റി? അറിയാതെ മനസ്സിൽ ഉറച്ചുപോയ ഇഷ്ടങ്ങളെ മുറിച്ചു മാറ്റാനും പറിച്ചു കളയാനും വയ്യാത്തോണ്ടാ നകുലേട്ടനെ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ എനിക്ക് കഴിയാത്തത്. നീ സ്നേഹിക്കുന്ന ആളിന് നിന്റെ സ്നേഹം വേണ്ടല്ലോ, പിന്നെ എന്താ? ഇപ്പോഴാണ് ഇന്ദുവില്ല അവന്റെ കൂടെ, എന്നിട്ടും നെറുകെട്ട സംശയം മനസ്സിൽ വെച്ചോണ്ടിരിക്കുവല്ലേ. തിരിച്ചു കിട്ടാത്ത സ്നേഹവും ഒരിക്കലും തിരിച്ചു വരാത്ത ആളിനു വേണ്ടിയുള്ള കാത്തിരിപ്പും വലിയ വേദനയാണ്. ഉള്ളില് ഒരിക്കലും അണയാത്ത തീ. പക്ഷേ ആ ആളിക്കത്തലിനും ഒരു സുഖമുണ്ടമ്മേ. കാരണം നമ്മൾ സ്നേഹിക്കുന്നതും നമ്മൾ കാത്തിരിക്കുന്നതും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണല്ലോ.
നിങ്ങൾ എന്തിനാ എത്ര വെപ്രാളപ്പെടുന്നേ? പതുക്കെ ഇറങ്ങിയ പോരെ. നിങ്ങളെ ഇട്ടിട്ട് പോത്തൊന്നുമില്ല വണ്ടി. രണ്ടുപേരും ഒരുമിച്ചാണല്ലോ. അതെ അതെ, നേരത്തെ കീരിയും പാമ്പുമായിരുന്നു, ഇപ്പൊ ചക്കരയും ഈച്ചയോ അവര്. ചക്കരയും പഞ്ചാരൊന്നും അല്ല, വഴി ചുമ്മാ വായി നോക്കി നിൽക്കുന്നത് കണ്ടു, അതുകൊണ്ട് വണ്ടി കയറ്റിക്കൊണ്ട് വന്നു. ആര് വായി നോക്കി നിന്നു? ഞാൻ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി നടക്കുമായിരുന്നു. ഈ ശരീരത്തിൽ പിന്നെ കൊളസ്ട്രോളിന്റെ കൂമ്പാരമാണല്ലോ. എടാ, ഇന്നത്തെ പിള്ളേരോട്ട് മസിലൊന്നും വേണ്ട. ഇത് പഴയ മണ്ണാ, പഴയ മണ്ണ്. ആ, മണ്ണിന്റെ മണമൊക്കെ ആവാറായി. ഏറണം കേട്ടവന് അറം പറ്റുന്ന വർത്താനം പറയുന്നു. എന്റെ അമ്മാമ്മേ, നകുലേട്ടനൊരു തമാശ പറഞ്ഞതല്ലേ. പിതാശ്രീക്ക് ചാവാനുള്ള പേടിയുണ്ടില്ലേ? ദേ, അമ്മാമ്മ ഇനിയും ജീവിച്ചിരിക്കും, ഒരു 100 കൊല്ലം കൂടെ. അയ്യോടി മരുമോളെ, നീ എന്നെ അത്രയ്ക്കൊന്നും സന്തോഷിപ്പിക്കണ്ട. എനിക്ക് നിന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം, അത് ഓടി നടക്കുന്നത് കാണണം, എന്നിട്ടേ ഞാൻ ചാവൂ. അത് നേരം. അതിന്റെയും കൂടെ 4 തൊഴി ഇങ്ങനെ അവകാശപ്പെട്ടു. എന്തിനാ നകുല വല്യണ്ണനെ ഇങ്ങനെ കളിയാക്കുന്നത്? എന്നടി 2 നൈറ്റിയാ. എന്തിനാ നകുല ഇങ്ങനെ ഓരോന്ന് വാങ്ങിച്ച് പൈസ കളയുന്നേ? എന്റെ അമ്മായി കാശ് കൊടുക്കാതെ പുളിങ്കുരി കൊടുത്ത സാധനം കിട്ടുമോ? നീ തുണിക്കടക്കാരായിട്ട് എനിക്കൊന്നും മേടിച്ചില്ലടാ. ആ, ഇതിനകത്തുനിന്ന് ഒരു നൈറ്റി എടുത്തിട്ട് ഈ രൂപത്തിന് നല്ല ചേർച്ചയായിരിക്കും. പിന്നെ നിന്റെ ഒരു നൈറ്റി. ഞങ്ങളെ നകുലിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. എന്നതാ എന്നെ പറ്റി ഇത്ര പരദൂഷണം? പരദൂഷണമൊന്നും അല്ല നകുലേട്ടാ, നല്ല കാര്യമാ. മനസ്സിനെ കൂടി രക്ഷപ്പെടുത്തിയതോടെ അമ്മയ്ക്കിപ്പോ നകുലേട്ടനെ കുറിച്ച് 100 നാവാ. എങ്ങനെയുണ്ട് മനസ്സിജന്? കിട്ടിയോ വിവരം വല്ലതും? പെട്ടെന്ന് ഭേദപ്പെടുന്നുണ്ടെന്നാ കേട്ടത്. ഒന്ന് കാണാൻ പോണം. നീ പറഞ്ഞാ മതി, ഞാൻ കൊണ്ടുപോ. നകുലേട്ടൻ ഓരോ തവണയും എന്നെ അങ്ങ് അമ്പരിപ്പിക്കുകയാണല്ലോ. എനിക്ക് മനസ്സിജനോട് വൈരാഗ്യവും ദേഷ്യവും ഒന്നുമില്ല. തിരിച്ചറിവുകളുടെയും തിരിച്ചു നടത്തത്തിന്റെയും ഒരു വഴിയിലാ നകുലനിപ്പോ. ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് ഇടയ്ക്കെപ്പോഴോ ബോധം വീണപ്പോ മനസ്സിജൻ എന്റെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്: എന്റെ കുട്ടിമണിക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം, എന്നെ രക്ഷിക്കണമെന്ന്. ആ പൊട്ടിപ്പെണ്ണിനോട് അവനുള്ള സ്നേഹം കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് അവനോട് ബഹുമാനം തോന്നി. അതാ കാലനെ ഓടിത്തോൽപ്പിച്ച് ഞാൻ അവൻ എവിടെ എത്തിച്ചത്. ഒരു ജീവൻ രക്ഷിക്കുന്നതിനേക്കാളും വലിയൊരു പുണ്യം ലോകത്ത് മറ്റൊന്നുമില്ല. ഇനിയിപ്പം എനിക്കൊരു കാര്യം ഉറപ്പായി, എനിക്കൊരു വയ്യായിക വന്നാലും നീ ആശുപത്രി കൊണ്ടുപോകും. അത് അന്നേരത്തെ തോന്നല് പോലെ ഇരിക്കും. ഓ, കാശ് വല്ലതും വേണോടി? ആഹാ, നകുലേട്ടന്റെ കയ്യിലാണോ ഇപ്പൊ നോട്ടടിക്കുന്ന മെഷീൻ? കാശൊന്നും വേണ്ട, വേണ്ട സമയത്ത് ഞാൻ ചോദിച്ചോളാം. പിന്നെ നമ്മുടെ രാജനാശാരിയോട് ഞാൻ നല്ലൊരു തൊട്ടിലുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. തടിയുണ്ട്, ഈ ചിത്രപ്പണിയൊക്കെ ഉള്ള നല്ലൊരു തൊട്ടിൽ, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ. എന്നാത്തിനാടാ? നിങ്ങളെ കിടത്തി ആട്ടാൻ. തൊട്ടിൽ കിടക്കുന്ന പ്രായമാണല്ലോ. എടാ, സീതയുടെ കൊച്ചിന് ആ തൊട്ടിലെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും നേരത്തെ എന്തിനാ ചോദിച്ചത്? നേരത്തെ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ, അവര് സമയമെടുത്ത് പണിയട്ടെ. എന്നാ പിന്നെ എനിക്കൊരു ചാരി കസേരയോടെ പറയണം. നിങ്ങൾ ആ തറയിലിരുന്ന് ഭിത്തിയിലോട്ട് അങ്ങ് ചാരിയാ മതി. ചാരി കസേരയിലിരുന്ന് നാട് ഭരിക്കാൻ പോവുമല്ലേ? ഞാനൊന്ന് പുറത്തേക്ക് പോവാ, ഊണ് കഴിക്കാനായിട്ട് വരും. നിനക്ക് മീൻ വല്ലതും കൊണ്ടുവരണോ? ഈ സമയത്ത് പുഴമീൻ നല്ലതാ. നകുലേട്ടൻ എങ്ങനെ ഇതൊക്കെ അറിയാവുന്നേ? അതെ, എനിക്ക് പോലും അറിയത്തില്ലല്ലോ ഇതൊന്നും. ഞാനൊരു മാസികയിൽ വായിച്ചതാ. 10ൽ തോറ്റെങ്കിലും നകുലൻ എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം. ഏതായാലും നകുലേട്ടൻ ഇനി എന്നെ പഠിപ്പിക്കാൻ പോവാണെന്നല്ലേ പറഞ്ഞത്. നോക്കിക്കോ, നകുലേട്ടനെ ഞാൻ ഇനി 10ാം ക്ലാസ് എഴുതി ജയിപ്പിക്കും. നീ പഠിച്ച് നേടിയതിനേക്കാളും വലിയൊരു സർട്ടിഫിക്കറ്റ് നകുലന്റെ കയ്യിലുണ്ടടി. ജീവിതാനുഭവങ്ങളുടെ സർട്ടിഫിക്കറ്റ്, അത് മതി. ചേന ഇരിപ്പുണ്ടെങ്കിലേ കുറച്ച് മെഴുക്കുരട്ടി വെച്ചേക്കണം കേട്ടോ. ചൊറിയന്മാർക്ക് നല്ലതാ ചേന. ഇങ്ങർക്ക് കൊടുക്ക് കുറെ. പത്ത് 9 30 20 15 40 30 50. എന്റെ കുട്ടിമണി കട്ടിലിട്ട് കുലുക്കാതെ മനസ്സിജന്റെ ദേഹം അനക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞ കേട്ടില്ലേ? എന്നോട് ചുമ്മാ വഴക്കിന് വരുന്നത് കേട്ടോ. ഞാൻ കട്ടിൽ കുളിക്കൊന്നുമില്ല, ഇരുന്നപ്പോ കട്ടിൽ അങ്ങ് കുലുങ്ങിയതാ. എന്നെ അയൽക്കൂട്ടം മടയൊന്നും വേണ്ട. അല്ലെ കുട്ടിമണി കസേരയിൽ വന്നിരുന്നോ? അപ്പൊ കട്ടിൽ കുലുങ്ങില്ലല്ലോ. പറ്റത്തില്ല, ഞാൻ എന്റെ മനുഷ്യന്റെ അടുത്ത് തന്നെ.
എന്റെ കുഞ്ഞുമണിക്ക് മനുഷ്യനെ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ അവക്ക് കാണണമെങ്കിലേ ഞാൻ ഇവിടെ തന്നെ ഇരിക്കണ്ടേ? അല്ല പിന്നെ ഒരു കാര്യം പറഞ്ഞ അനുസരിക്കണ്ട കേട്ടോ. എന്നോട് ദേഷ്യപ്പെടുത്താണ് പിച്ചളെ. കുട്ടിമണി, ബഹളം വയ്ക്കാതെ. ഇതൊരു ആശുപത്രിയല്ലേ, ഇവിടെ വേറെ രോഗികളൊക്കെ ഇല്ലേ? എന്നാ ഇത് നമ്മുടെ വീടല്ലേ? എന്നെ നമുക്ക് ഇതിനകത്ത് ബഹളം വെക്കാനൊന്നും പറ്റത്തില്ലേ? അല്ല പിന്നെ അങ്ങനെയല്ല, ആശുപത്രിയിൽ ഒച്ച വയ്ക്കാൻ പാടില്ല. എന്നിട്ട് ഇന്നലെ ഒരു കൊച്ചു കിടന്ന് കരയുന്ന കേട്ടല്ലോ, ഭയങ്കര ഒച്ചത്തില് പറഞ്ഞേ. അത് കുത്തി വെച്ചപ്പോ കിടന്ന് കരഞ്ഞതാ. കുട്ടിമണി ബഹളം വെച്ചാ കുട്ടിമണി കിട്ടും കുത്ത്. അതാ പറഞ്ഞത്, അടങ്ങി ഒതുങ്ങിയിരിക്കാൻ കേട്ടോ. ഞാൻ അടങ്ങി ഒതുങ്ങിയിരുന്നോളാം. അടങ്ങി ഒതുങ്ങി. അതെ, അടങ്ങി ഒതുങ്ങിയിരിക്കുവാണോ? അങ്ങനെ തന്നെ ഇരുന്നു. കുട്ടിമണി, അയ്യോ അമ്മ മയില് വന്നല്ലോ. എന്തായി സഞ്ചിയില്? സഞ്ചിയില് ഭക്ഷണം. കുട്ടിമണിക്ക് വിശക്കുന്നില്ലേ? വിശന്നോണ്ടിരിക്കാല്ലേ എനിക്ക്. കുഞ്ഞുമണി എന്നോട് പറഞ്ഞു വിശക്കുന്നു. അന്നേരാ അമ്മ മയില് വന്നത്. ഞാൻ ഓർത്തതേ ഉള്ളേ അമ്മ മയില് വരുന്ന കാര്യം. അതെന്താ? മയിലിന്റെ ചിറകടി ഒച്ച കേട്ടോ, മയിൽ ഇങ്ങോട്ട് വന്നു പറയാ. അണ്ണാ, അണ്ണാ, എന്തായാലും ഞാനിങ്ങനെ വീണതുകൊണ്ട് ബുദ്ധിമുട്ടായല്ലേ? പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? പഴനിമല എടുത്തോണ്ട് തലയിൽ വെച്ചോണ്ട് നടക്കുന്ന ബുദ്ധിമുട്ട്. ഒന്ന് പോവണ്ണ. ഇതിപ്പോ ഞാൻ വീണ് കിടന്നാ എന്നെ ആരെങ്കിലും നോക്കണ്ടേ? അതുപോലെ ഉള്ളൂ. അപ്പൊ ഞാൻ വയ്യാതെ കിടന്ന എന്നെയും നോക്കത്തില്ലേ? അത് നമുക്ക് ആലോചിക്കാം. ആദ്യം അന്ത് നാവ് അടക്കി വെക്ക്. ഇതെന്താ ഓറഞ്ചിന് മുന്തിരിനും വിഷിയാണോ? ഹായ് ഓറഞ്ച്, ഹായ് മുന്തിരി എന്ന് പറയാൻ? ഞാൻ സന്തോഷം കൊണ്ട് അങ്ങ് പറഞ്ഞ കേട്ടോ പിച്ചളെ. അമ്മമ്മയിലെ ഇത് മൊത്തം എനിക്ക് തിന്നാനുള്ളതാണോ? ഇത് മൊത്തം കുട്ടിമണിക്കുള്ളതില്ല, പിന്നെ കുറച്ച് മനസ്സുജന് കൊടുക്കണം. മനസ്സുജനല്ലേ ഇപ്പൊ വയ്യാതെ കിടക്കുന്നേ, അപ്പൊ മനസ്സുജന് കൂടി ഉള്ളതാ. ഇനി ഇതിപ്പോ അങ്ങ് പൂസാക്കണോ? ഓറഞ്ചും മുന്തിരി കൊടുത്ത് പൂസാക്കാനോ? എന്റെ ബായി ജ്യൂസ് ആക്കണമെന്ന് അവൾ ഉദ്ദേശിച്ചത്. അയ്യോ, ജ്യൂസ് ഒന്നും ആക്കണ്ട. ഇത് ഇങ്ങനെ തന്നെ കൊടുക്കാം. മനസ്സുജൻ കഴിച്ചോളും കേട്ടോ. ഇങ്ങത്താ ഇതിനകത്തുനിന്ന് ഒരു മുന്തിരി ഞാൻ ഇങ്ങനെ മനുഷ്യന് കൊടുക്കും. രണ്ടാമത്തേത് ഞാൻ ഇങ്ങനെ തിന്നും. പിന്നെ ഒരു മുന്തിരിങ്ങ മനുഷ്യന് കൊടുക്കും. രണ്ടാമത്തേത് ഞാൻ ഇങ്ങനെ തിന്നും. ഇത് കൊരങ്ങന്മാര് നെയ്യപ്പം വീതിച്ചതുപോലെ ഉണ്ട്. എന്നെ കൊടങ്ങിന്ന് വിളിച്ചോണ്ടല്ലോ, നല്ല ഇടിഞ്ഞ വെച്ച് തരും. എന്റെ നല്ല മമ്മഴ വിദ്യയൊക്കെ അറിയാം. നിന്റെ കണ്ണുമാമ്മനെ കുത്തിപ്പൊട്ടിക്കും. ഒറ്റ കുത്ത. അയ്യോ അയ്യോ, കണ്ണൊക്കെ സൂക്ഷിച്ചോ. കള്ളന്മാർക്ക് അത്യാവശ്യം വേണ്ടത് കണ്ണാ. ഏതൊക്കെ സാധനം എവിടെയൊക്കെ ഇരിക്കുന്നെന്ന് തപ്പി പിടിക്കണ്ടേ? ഓ, കള്ളന്മാരോട് കളിക്കുമ്പോ സൂക്ഷിച്ചു വേണം. ആരാരെ എപ്പ മോഷ്ടിക്കുന്നു അറിയത്തില്ല മോളെ. അതിങ്ങ് കൊണ്ടുവാടാ. അമ്മയ്ക്ക് ഇപ്പോഴും ഇതിന്റെ ആവശ്യമുണ്ടോ? ചുമ്മാ നാട്ടുകാരെ കാണിക്കാനായിട്ട് നാണക്കേട്. എനിക്ക് വേണ്ടി അല്ലടി ഇത്. ഇതവന് കൊടുക്കാൻ വേണ്ടിയാ. എന്നെ വീൽ ചെയറിൽ ഇരുത്തിയവന്, എന്നെ ഈ വടി ഊന്നി നടത്തിച്ചവന്. അവനിപ്പോ കട്ടിലിൽ മലർന്നു കിടക്കല്ലേ. അപ്പോ ഈ ഊന്നുവടിയേക്കാൾ മികച്ച സമ്മാനം ഉണ്ടോ അവന് കൊടുക്കാൻ? ഇത് കൊടുക്കാൻ വേണ്ടിയാടി ഞാൻ വന്നത്. ഈ ഫ്രൂട്ട്സ് നിന്റെ വക. നീയായിട്ട് കളഞ്ഞ അവന്റെ ചോര തിരിച്ചു വരാൻ വേണ്ടി നമ്മുടെ വക കുറച്ച് പഴങ്ങള്. എണീറ്റ് നടക്കുന്ന മനസ്സുജന് കുത്തി നടക്കാൻ ഈ വടി, അതെന്റെ വക.
നീ വാ. അടയ്ക്ക്, മുറുക്കി അടയ്ക്ക്. എനിക്കിപ്പോ വേണ്ടായിരുന്നു. അത് പറഞ്ഞാ പറ്റത്തില്ല. ഗുളികയൊക്കെ കഴിക്കുന്നതല്ലേ, ഭക്ഷണവും നല്ലതായിട്ട് കഴിച്ചേ പറ്റൂ. ഞാൻ ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നുണ്ടല്ലോ. ആ ഗുളിക കഴിക്കണ കണ്ടോണ്ട് നിക്കല്ലേ, അപ്പൊ ഭക്ഷണം നല്ലോണം കഴിക്കണം. എപ്പോഴെപ്പോഴും എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നോണ്ടല്ലോ. മനുഷ്യൻ ഗുളി കഴിക്കുമ്പോ ഞാൻ ഭക്ഷണം കഴിക്കണം, എന്നാലേ മനുഷ്യനെ നോക്കാനുള്ള ശക്തി കിട്ടും. അറിയാവോ? അല്ലേ? അങ്ങനെയല്ലേ അമ്മയില്ലേ? പിന്നല്ലാതെ കുട്ടിമണിക്ക് അതൊക്കെ അറിയാം. ഈ പിച്ചളിക്ക് ഒന്നും അറിയത്തില്ല. പിച്ചളിക്ക് ഒന്നും അറിഞ്ഞൂടാ. അത് ശരി, നിങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റ് ചേർന്ന് ഈ പിച്ചളെ ഒറ്റക്കാക്കിയോ? നമ്മളെപ്പോഴും ഒറ്റയ്ക്കല്ല ബായ്. ഇതുങ്ങൾ രണ്ടും കൂടി ഒന്നിച്ചു നിന്നാ നമ്മക്കെന്താ, രണ്ട് ചെറു വിരലുകൾ അത്രയേ ഉള്ളൂ. അതുമൊക്കെ തോന്നല. പിച്ചളിക്ക് ശരിക്കും അറിയത്തില്ല മയിലമ്മയെ. എന്നെ ശരിക്കും അറിയത്തില്ല. എനിക്ക് ദേഷ്യം വന്നാലേ ഇത് മൂല്യം തിരിഞ്ഞെടുത്താണ്. അയ്യോ അത് വേണ്ടേ. മനുഷ്യമാവാതറിഞ്ഞേ, കുട്ടിമണി അമ്മ ചോറ് വാർത്തരാൻ പോവാണേ. എന്നിട്ട് വേണം എനിക്ക് കുഞ്ഞുമണിക്ക് കഴിച്ചാൽ. കുട്ടു, ഞാൻ തനിയെ പിന്നെ കഴിച്ചോളാം. പറ്റത്തില്ല. മനുഷ്യനെ വയ്യാതെ കിടക്കുമല്ലേ, വയ്യാതെ കിടക്കുന്നവർക്ക് നമ്മൾ ചോറിങ്ങനെ കോരിക്കോരി കൊടുക്കണം. എനിക്ക് പണ്ട് പനിയായിട്ട് കിടക്കുമ്പോഴേ എന്റെ അമ്മ ഇങ്ങനെയായിരുന്നു, ചോറ് ഇങ്ങനെ കോരിക്കോരി തരുമായിരുന്നു. വാതറിഞ്ഞേ. വാങ്ങുന്നേ, കുട്ടിമണി അത്ര സ്നേഹത്തിൽ തരുന്നതല്ലേ. ഇങ്ങനൊരു ഭാര്യ കിട്ടാനും ഭാഗ്യം വേണം. അത് കിട്ടാൻ യോഗ്യതയുള്ളവർക്ക് കിട്ടും. മനുഷ്യ കഴിച്ചേ. ഞാനേ ഈ മീനും കൂടി നുള്ളി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. കഴിച്ച. ഹലോ, ഇവിടെ അമൃതയത്ത് നടക്കുകയാണോ? വാവയ്ക്ക് ഉരുള ഉരുട്ടി കൊടുക്കണോ കുട്ടിമണി? കൊച്ചി, അതെ മനുഷ്യന് ഒട്ടും വയ്യ. മനുഷ്യ വീണേ, മനുഷ്യന് ഒത്തിരി ചൊകട പോയേ. മനുഷ്യന് വയ്യാത്തോണ്ടേ ഒത്തിരി ഭക്ഷണം കഴിക്കണം, എന്നാലേ ഒത്തിരി ആരോഗ്യം വരത്തുള്ളൂ. അതിന് ഞാൻ ഒത്തിരി ഉരുള കൊടുക്കുമായിരുന്നേ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അതെന്ത് ചോദ്യ മനസ്സിജ? എടാ, നീ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ കാണാൻ വരണ്ടേ? ഒന്നുമല്ലെങ്കിലും നമ്മൾ പണ്ട് വലിയ കൂട്ടുകാരായിരുന്നല്ലോ. ഇടക്കാലത്ത് വെച്ചല്ലേ നമ്മൾ തമ്മിൽ പിരിഞ്ഞതും പിന്നെ പരസ്പരം പോരാട്ടം തുടങ്ങിയതും. അപ്പൊ പിന്നെ നീ ഇങ്ങനെ വീണ് കിടക്കുമ്പോ ഞാൻ കാണാൻ വരണ്ടേ? യുദ്ധക്കളത്തിൽ വീണ് മുറിവേറ്റ് ചോര മുക്കാലും പോയ ഒരു പോരാളി. പക്ഷെ നിന്നെ ഞാൻ സമ്മതിച്ചടാ, ഉടുമ്പിന്റെ കൂട്ടാ. നീ പിടിച്ച് തിരിച്ചു കേറി വന്നു. അതല്ലേടി വലിച്ചെറിഞ്ഞാലും 4 കാലിൽ വീഴുന്ന ജന്മം അല്ലേ മനസ്സിജ? അതെ, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ ഇവിടെ വന്നത് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടുമില്ല. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്നവരല്ലല്ലോ ഞങ്ങള്. ഏയ്, വയ്യാതെ കിടക്കുന്ന ആളാ അത്. മനസ്സിജ അണ്ണനെ ബുദ്ധിമുട്ടിക്കാതെ പോണം. നീ ആരാടി? വന്ന് കേറി അന്നു മുതൽ എല്ലാ കാര്യത്തിലും കേറി ഇടപെടുകയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അവളുടെ ഒരു മനസ്സിജനണ്ണൻ. എനിക്കറിയാം നിന്റെ ഉള്ളിലൊരു എന്താണെന്ന്. ഈ പൊട്ടിയെ അടിച്ച് പുറത്താക്കിയിട്ട് ഇവന്റെ കൂടെ പൊറുക്കാനാണോ? ഏയ്, മര്യാദ ഇല്ലാമ പേസിനാ നാക്ക് ഇഴുത്ത് പുടുങ്ങിടുവേ. എന്റെ കൊച്ചിന്റെ നേരെ നീ കൈ ഓങ്ങുന്നോടി. ഇവക്ക് മാത്രമല്ല നിങ്ങൾക്കിട്ടും തരും ഞാൻ. മയിലമ്മ ബഹളം വെക്കാതെ. ഇവർക്കോ വിവരല്ല, അതനുസരിച്ച് തരം താഴാൻ നിക്കണ്ട. എന്താച്ച പറഞ്ഞിട്ട് പോട്ടെ. ഓ, ഇതാണല്ലേ ആ പെരുങ്കള്ളൻ. കൊള്ളാം, പാണ്ടി നാട്ടിൽ നിന്ന് വന്ന ഒരു പാട്ടപെറുക്കുകാരി, തട്ടിപ്പുകാരൻ മനസ്സിജൻ, കൂട്ടിനൊരു പെരുങ്കള്ളനും, കൂടെ അരബുദ്ധിയുള്ള ഒരു കുട്ടിമണിയും. എനിക്ക് അരബുദ്ധിയൊന്നുമല്ല, എനിക്ക് ഭയങ്കര ബുദ്ധിയാ. ഞാൻ ഇന്നാലെ പറഞ്ഞിട്ടുണ്ട്, ഇനി എന്നെ എന്തെങ്കിലും പറഞ്ഞ ഞാൻ കണ്ണു മമ്മത്തിന്റെ കുറിച്ച് തരൂന്നാ. നീ കുത്തുവോടി? നീ കുത്തുവന്ന് കാണട്ടെ. നിന്റെ മനസ്സിലും കിടക്കുന്ന കണ്ടോ? അവനിനി നേരെ ചൊവ്വെ നടക്കണമെങ്കിൽ
കാലം കഴിയും. അതുവരെ നീ തെണ്ടും, റോഡിലൂടെ നടന്ന് തെണ്ടും. അതെ, നിന്നെ വേണമെങ്കി ഞാൻ കൊണ്ടിരുത്താം. കൂടുതൽ ആളുള്ള അമ്പലത്തിലോ പള്ളിയിലോ എന്റെ വകയായിട്ട് ഒരു പിച്ചപാത്രവും വാങ്ങിച്ചു തരാം. പിച്ചപാത്രം 2 എണ്ണം വാങ്ങിയിട്ട് അമ്മയും മോളും കൂടി പോയി ഇരുന്നാ മതി എവിടെയാന്ന് വെച്ചാ. കുട്ടിമണിക്ക് പിച്ച് തെണ്ടേണ്ട ആവശ്യമില്ല. അത് മാത്രല്ല, ഞങ്ങളെപ്പോലെ ചിലര് ജീവിച്ചിരിക്കുമ്പം കുട്ടിമണിയും മനസ്സുജനും പിച്ച തെണ്ടത്തില്ല കൊച്ചമ്മേ. ഏത് വലിയ അമ്മച്ചിയുടെ പൂട്ട് പൊളിച്ചിട്ടാണെങ്കിലും ഞാൻ ഇവരെ നോക്കും. പിന്നെ പിച്ച എടുക്കാനല്ലാതെ മനസ്സുജനും കുട്ടുമണിയും വരുന്നുണ്ട് വയലോരം വീട്ടിലേക്ക്.